മാധ്യമപ്രവർത്തകരുടെ സംഘടനാ നേതാവ് ശ്രീ കിരൺ ബാബു കൂടി ഈ ഘട്ടത്തിൽ ചേരുകയാണ്. കിരൺ ബാബു, ഇതിൻ്റെ ദിശകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഇന്ന് സംഭവിച്ചത്. അതായത് സിനിമാ മേഖലയിൽ ഇത്തരം പ്രശ്നങ്ങളുണ്ടാകുന്നു, അത് മാധ്യമങ്ങളിൽ സ്വാഭാവികമായും പ്രതിഫലിക്കും. ഇതിൻ്റെ പേരിൽ കേന്ദ്ര സഹമന്ത്രി അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തം മറന്ന് മാധ്യമപ്രവർത്തകരെ പിടിച്ച് തള്ളുന്ന ഇതിലേക്ക് വരെ കാര്യങ്ങളെത്തി. കിരൺ ബാബു, ഒരു സാധാരണഗതിയിൽ രാഷ്ട്രീയ പ്രവർത്തകരോ അല്ലെങ്കിൽ നേതാക്കളോ ഒക്കെ പ്രകോപനപരമായ ചോദ്യങ്ങളും ഒക്കെ പലപ്പോഴും മാധ്യമങ്ങൾക്ക് ചോദിക്കേണ്ടി വരാറുണ്ട്. മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾ എപ്പോഴും ഇഷ്ടപ്പെട്ട് എന്നിരിക്കുന്നില്ല. അതിനൊക്കെ ചിലപ്പോൾ മറുപടി പറയുകയോ മറുപടി പറയാതിരിക്കുകയോ ഒക്കെ ചെയ്യാം. അതെല്ലാം അവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾ ഇഷ്ടപ്പെടാത്തതിന്റെ പേരിൽ മാധ്യമപ്രവർത്തകരെ തള്ളി മാറ്റുക, അവരെ കായികമായി അവരുടെ ശരീരത്തിൽ കൈവെക്കുക എന്ന് പറയുന്നത് ആധുനിക ജനാധിപത്യ സംവിധാനത്തിൽ ഏതെങ്കിലും രാജ്യത്ത്, കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ലോകത്തെവിടെയും ഒരു പരിഷ്കൃത സമൂഹവും അംഗീകരിക്കുന്ന നിലപാടല്ല സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. മുമ്പും അദ്ദേഹം ഈ സമാനമായ നിലപാട് എംപിയും കേന്ദ്രമന്ത്രിയും ഒക്കെ ആകുന്നതിന് മുമ്പും ഒരു വനിതാ മാധ്യമ പ്രവർത്തകരുടെ ശരീരത്തിൽ അദ്ദേഹം കൈവച്ചിരുന്നു. ഇഷ്ടമല്ല, അവർ കൈ എടുത്ത് മാറ്റിയിട്ട് വീണ്ടും അവർ കൈവെക്കുന്ന രീതി ഉണ്ടായിരുന്നു. ഇപ്പോഴും അതുതന്നെയാണ് അദ്ദേഹം സ്വീകരിച്ചത്. ഒരു ജനാധിപത്യ രീതിയിൽ ഒരു മന്ത്രിക്കോ അല്ലെങ്കിൽ പ്രതിഷേധമുണ്ടോ? ഇതിൽ പ്രതിഷേധിച്ചിട്ടുണ്ട്. സുരേഷ് ഗോപി മാപ്പ് പറയണമെന്നും അദ്ദേഹത്തിന് തെറ്റ് അംഗീകരിച്ച് മാപ്പ് പറയണമെന്ന് കേരള പത്രബോധ യൂണിയൻ സംസ്ഥാന കമ്മിറ്റി തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം മാപ്പ് പറയണമെന്നുള്ള ആവശ്യമാണ് നമ്മുടെ. അത് തെറ്റ് അംഗീകരിക്കാൻ തയ്യാറാണ്. മുമ്പും സമാനമായ രീതിയിൽ ഒരു മാധ്യമപ്രവർത്തകർക്ക് നേരെ അദ്ദേഹം ഈ സമാനമായ തെറ്റ് ആവർത്തിച്ചിരുന്നു. ആ സമയത്തും നമ്മൾ കേസ് കൊടുക്കുകയും അതിൽ മാപ്പ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് നടപടി ഉണ്ടാവണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ ഇപ്പോഴും അദ്ദേഹം തിരുത്തലിന് തയ്യാറാവുന്നില്ല. മുമ്പുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഗൗരവമുള്ള ഒരു പോസ്റ്റിലാണ് ഇരിക്കുന്നത്. ഒരു ജനപ്രതിനിധിയാണ്, അതിനപ്പുറത്തേക്ക് ഒരു കേന്ദ്രമന്ത്രിയാണ്. അങ്ങനെ സ്ഥാനങ്ങൾ വഹിക്കുന്നവർ പുലർത്തേണ്ട ഒരു വലിയ ഉത്തരവാദിത്തമുണ്ട്. പലപ്പോഴും ചില നേതാക്കളെങ്കിലും ചില ഘട്ടത്തിലെങ്കിലും ചിലപ്പോൾ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് നേരെ പ്രകോപനപരമായ രീതിയിലോ അല്ലെങ്കിൽ മര്യാദ വിട്ടോ ഒക്കെ മറുപടി പറയുന്ന ഘട്ടമുണ്ടായിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഒരു ഘട്ടത്തിലും ഇന്ത്യയിലെ ഏതെങ്കിലും സമീപകാലത്തെങ്ങും ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട സ്ഥാനം വഹിക്കുന്ന ഒരാൾ മാധ്യമങ്ങളെ കായികമായി നേരിടാം എന്ന് കരുതി എന്ന് നമുക്ക് എവിടെയും ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കാനില്ല. അത്തരം ഒരു അവസ്ഥയിലേക്ക് ഒരു കേന്ദ്രമന്ത്രി പോവുക എന്ന് പറയുന്നത് കിരൺ ബാബുവാണ്, KUWJ സംസ്ഥാന ജനറൽ സെക്രട്ടറി കിരൺ ബാബുവാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്.